നോയിന്ന് നമ്മളെ വെസ്റ്റ്മൗണ്ടിൽ നിന്ന് ഏകദേശം ഒരു 37 മൈൽസ് അല്ലേ നമ്മളെ കൈപ്പർ ഫാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എന്താ വെച്ചാൽ നമ്മളെ തുലിപ്പിൻ്റെ സമയമാണല്ലോ. അപ്പോൾ തുലിപ്പ് ഉണ്ടെന്നാണ് കുറച്ച് ദിവസമായി തുലിപ്പ് ഫാം ഓപ്പൺ ആയിട്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെ പോകുന്ന ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിറയെ വണ്ടികളാണ്. പാർക്കിംഗ് അത്യാവശ്യം ഉണ്ടായിരിക്കും തോന്നുന്നു. കഴിഞ്ഞ വർഷങ്ങൾ ഹോളണ്ട് പോയിരുന്നു. ഹോളണ്ട് യൂറോപ്പിലെ ഹോളണ്ടല്ലേ, ഇവിടെ മിഷിഗണിലെ ഹോളണ്ട്, യുഎസിലെ അത്യാവശ്യം. പക്ഷെ അവിടെ പോയിട്ട് അത്രയ്ക്കൊന്നും ക്യാച്ചി ആയിട്ട് തോന്നിയിരുന്നില്ല. തുലിപ്പ് അവിടെ പോലെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു, ഡച്ച് ഡാൻസ് ഒക്കെ. ഇപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ പാർക്കിംഗ് നോക്കണം. ഗാർഡനുള്ളിൽ കയറി $22.99 ഒരാൾക്ക്. ടോട്ടൽ $68 മൂന്ന് പേർ കൂടി. അകത്ത് പോയോട്ടെ. തുലിപ്പ് ഫെയറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇവരൊപ്പം കേട്ടിട്ടുള്ള ആക്ടിവിറ്റീസ് മേലേക്ക് പോയിക്കണം. സിൻസ് 2001 വലുതാ തുലിപ്പ് ഫാംസ് കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ട് ദൂരേന്ന് കാണാൻ. അടുത്ത് പോയാൽ വിവരം അറിയാം. ഗാർഡനിൻ്റെ അടുത്തെത്തി. ദൂരേന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. അടുത്ത് പോയാൽ എത്ര ഭംഗിയുണ്ട് നോക്കട്ടെ. ഇവിടെയൊക്കെ തുലിപ്സ് ഉണ്ട്. ഇതാ ഉള്ളിലൊരു സൈക്കിളുണ്ട്. ഇവിടെ ആൾക്കാർക്ക് അത് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഗെറ്റ് ചെയ്യണം നമ്മൾ. തുലിപ്പ് ഗാർഡൻ ഇവിടുത്തെ ഈ കളറാണ്. നല്ല ഭംഗിയുണ്ട്. വാവ്. എന്തായാലും മുതലേ നല്ല ഭംഗിയുള്ള തുലിപ്പ് ഗാർഡൻസ് തന്നെയാണ് കൈപ്പർ ഫാമിലുള്ളത്. ഞാൻ അപ്പുറത്ത് മഞ്ഞുണ്ട്, പോയോട്ടെ. മഞ്ഞ് നല്ല ക്യാച്ചിങ് കളറാണ്. മഞ്ഞ തുലിപ്പ് ഗാർഡൻ അടിപൊളി കേട്ടോ. ഈ കൈപ്പേഴ്സ് ഫാം നല്ല അടിപൊളിയാണ്. പെട്ടെന്ന് തന്നെ വന്നാൽ ചിലപ്പോൾ നല്ല അടിപൊളിയായിരിക്കും. ടൈം വൈകുന്നോറും അറിയില്ല. ഇവിടെ വലിയ ഫാമാണ്. 7 lakhs പൂക്കളുണ്ടെന്ന് പറയുന്നത്. ഈ കളർ നല്ല ഭംഗിയുള്ള കളർ, നല്ല ക്യാച്ചി കളറാണ്. ഇവിടുത്തെ പിങ്ക് കളറുള്ള തുലിപ്സ് നല്ല ഭംഗിയുണ്ട് കാണാൻ. സെക്ഷൻ ഇവിടുത്തെ റെഡ്, അപ്പുറത്തെ മഞ്ഞ, യെല്ലോ. വന്നെന്തായാലും മുതലായി നല്ല വറുത്ത് വിസിറ്റാണ്. ഇവിടെ ഇപ്പോൾ ആയി വരുന്നുള്ളൂ. അതുണ്ടോ വരുന്നുള്ളൂ. അവിടെ റെഡ്, അതാ ഇവിടെ വൈറ്റ്. ഏറ്റത്തെത്തി എൽബേൺ, ELBURN, എൽബേൺ എന്നുള്ള സ്ഥലത്താണ് ഈ കൈപ്പേഴ്സ് ഫാമുള്ളത്. നല്ല 7 lakhs പൂക്കളുണ്ട്. അവിടെ
യു പിക്ക് ഉണ്ട്, ഞങ്ങൾ പൂക്കൾ പറിച്ചിട്ടില്ല, പക്ഷേ ആൾക്കാർ പറിക്കുന്നൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. 1:37 ആയി ഉച്ചയ്ക്ക്. ഏകദേശം കണ്ടായിരുന്നു. പോയി ഇവിടെ എത്തി. ഹോളിൻ്റെ പണിയൊക്കെ മാലിച്ച് ഇവിടെ തന്നെ എത്തി. സ്റ്റാർട്ടിങ് ലൊക്കേഷൻ തന്നെ എത്തി. നല്ലൊരു ഇതാണ്. ഇനി പുറത്ത് എന്തൊക്കെ മാനം വേണ്ട. പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അല്ല, $1 കൊടുത്താൽ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. കിഡ്സിന് ഒരുപാട് ഫ്രീ ആക്ടിവിറ്റീസും ഉണ്ട്. പോയോട്ടെ. മാനുകളൊക്കെ ഉണ്ട്. പുള്ളിമാനല്ല, വേറെ ടൈപ്പ് മാൻ. നാട്ടിലാണ് പുള്ളിമാനൊക്കെ ഉള്ളത്. മ്യൂസിക് പ്രോഗ്രാം ഉണ്ട്. ഫാംയാർഡ് സ്റ്റേജ്. ഇവിടെ കഫേയിൽ പോയി ചെറിയ ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ചെറിയ സ്നാക്സും കേട്ടുള്ള റെസ്റ്റോറൻറ്റ്സൊക്കെ ഇവിടെ ഉണ്ട്. നല്ല വൈബുണ്ട്. വലിയ തണുപ്പില്ല, ടെമ്പറേച്ചർ ഓക്കെയാണ്, അതുകൊണ്ട് തണുപ്പില്ല. പ്ലസ് പാർക്കിംഗ് ഏരിയയിലെത്തി.